നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ലോകം ഞെട്ടുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് വിഷബാധയേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം കോമയിലായത് എന്നാണ് വിവരങ്ങൾ. സുരക്ഷിത താവളമെന്ന് ഖമനേയി വിശ്വസിച്ച സ്വന്തം കൊട്ടാരത്തിലും മൊസാദ് ചാരന്മാർ കയറി പണിതു എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പരമോന്നത നേതാവായി മൊജ്തബ ഖമേനിയെ രഹസ്യമായി ഇറാൻ തിരഞ്ഞെടുത്തതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ വിമതരുമായി ബന്ധമുള്ള പേർഷ്യൻ ഭാഷാ മാധ്യമമാണ് ഇറാൻ ഇന്റർനാഷണൽ. അലി ഖമനേയിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവാകാൻ ഇറാനിൽ നടന്ന രഹസ്യ ചർച്ചകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ആഴ്ചകൾക്ക് മുൻപാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിനുശേഷമാണ് മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ഇറാൻ ഇന്റർനാഷണലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ആയത്തുള്ള അലി ഖമനേയി. ആ കണക്കും മൊസാദ് വീട്ടി എന്നുള്ള വാദങ്ങൾ കാട്ടുതീ പോലെയാണ് ഇപ്പോൾ പടരുന്നത്. ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കാൻ വലിയ ജാഗ്രതയിലായിരുന്നു ഇറാൻ ഭരണകൂടം. ഇസ്രയേലുമായുള്ള പോര് തുടങ്ങിയതോടെ കൊട്ടാരത്തിൽ നിന്ന് മാറി ഈഗിൾ 44 എന്ന ഒളിത്താവളത്തിലായിരുന്നു ഖമനേയി. ഇവിടെ ഒരുക്കിയിട്ടുള്ള വെന്റിലേറ്ററിലാണ് ഖമനേയി ഇപ്പോൾ ഉള്ളതെന്നാണ് വിവരങ്ങൾ. ഖമനേയി കോമയിലെന്ന ചർച്ചകൾ വന്നതോടെ ഇറാനിൽ നിർണായക നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. അതായത് പരമോന്നത നേതാവ് ജീവനോടെ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ ടെഹ്റാൻ. പരമോന്നത നേതാവ് ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ലബനനിലെ ഇറാൻ അംബാസിഡർ മുജ്തബ അമാനിയുമായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഖമേനിയുടെ എക്സ് അക്കൗണ്ടിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഖമനേയി ലബനനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസിഡർ മുജ്തബ അമാനിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന പേർഷ്യൻ ഭാഷയിലുള്ള കുറിപ്പിനൊപ്പമായിരുന്നു ചിത്രം പുറത്തുവിട്ടത്. എന്നാൽ ഈ ചിത്രം ഇപ്പോഴത്തേതല്ല എന്നും മുൻപുണ്ടായിരുന്ന ചിത്രമാണ് എന്നുള്ള വാദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഊഹാപോഹങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടിയാണ്, അതായത് ഖമനേയി ജീവനോടെ ഉണ്ട് എന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കാണിക്കാനും വേണ്ടിയാണ് ഇറാൻ ഇത്തരത്തിലൊരു ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം പുറത്തുവിട്ടത്. എന്നാൽ ഇതിനു പോലും, ഈ ചിത്രം പുറത്തുവിട്ടതിന് പോലും ഊഹാപോഹങ്ങൾ ശമിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഖമനേയിയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചോ ഔദ്യോഗികമായി ഇറാൻ ഒന്നും പറയുന്നില്ല എന്നത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മൊസാദ് കണക്ക് വീട്ടി എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ വരുമ്പോഴും ഇറാൻ ഇതിനോട് പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ ഖമനേയി രംഗത്തേക്ക് വന്നു നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നില്ല. ഇതാണ് സംശയങ്ങളുടെ ആക്കം കൂട്ടുന്നത്. ആയത്തുള്ള അലി ഖമനേയി അവസാനമായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം ഒരു കൂട്ട പ്രാർത്ഥനയിൽ പങ്കെടുത്തതാണ്. അന്ന് അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. അതിനുശേഷം ആയത്തുള്ള അലി ഖമനേയിയെക്കുറിച്ച് ഒരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ രംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അതായത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ആയത്തുള്ള അലി ഖമനേയിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ്, അതായത് പ്രായാധിക്യത്താലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വീഡിയോയിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം ഒരു തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുകയും പ്രഭാഷണം നടത്തുകയും ജനങ്ങളോട് ഇറാൻ കണക്ക് വീട്ടിയിരിക്കുമെന്നും അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇസ്രയേൽ രക്തരക്ഷസാണ് എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് നടത്തിയത്. അപ്പോഴും അദ്ദേഹത്തിന്റെ കൈകളിൽ ഈ തോക്കുണ്ടായിരുന്നു. ഈ തോക്ക് പിടിച്ചുകൊണ്ടാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും ഒക്കെ അദ്ദേഹം വെല്ലുവിളിച്ചത്. ഇതിനുശേഷം പൊതുമധ്യത്തിൽ ഒന്നും തന്നെ ആയത്തുള്ള അലി ഖമനേയി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത് മാത്രമല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡിനോട് പോലും സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം എത്തുന്ന ഒരു നിമിഷങ്ങളൊന്നും തന്നെ പിന്നീട് ഉണ്ടായിട്ടില്ല. ഇസ്രയേലുമായി അത്ര വലിയൊരു യുദ്ധം ഉണ്ടാകും എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനാണ് ആയത്തുള്ള അലി ഖമനേയി. പക്ഷെ അപ്പോഴും അദ്ദേഹം അവരുമായി ചർച്ചകൾ നടത്തുന്നതിന്റെ പിന്നീടുള്ള ഒരു വീഡിയോകളും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വസ്തുത, ആയത്തുള്ള അലി ഖമനേയി അസുഖബാധിതനാണ്.
ബാധിതനാകുന്നത് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷമാണ്. നമുക്കറിയാം, ഒക്ടോബറിൽ ഇറാൻ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തി. ഇതിനു മറുപടി എന്നോണം ഇസ്രയേൽ ഇറാനിലേക്ക് 100ഓളം മിസൈലുകൾ അയച്ച ഒരു വലിയ ആക്രമണം പാർച്ചിനിലും ഈഗിൾ 44 എന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ ഒളിത്താവളത്തിന്റെ മേലെയും ഒക്കെ ആക്രമണം നടത്തിയിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുവെങ്കിലും ഇറാൻ പറഞ്ഞത് തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷമാണ് ആയത്തുള്ള അലി ഖമനേയിയെ പുറത്തേക്ക് കാണാതായത്. ഒരു വിവരങ്ങളും പിന്നീട് പുറത്തേക്ക് വന്നതേയില്ല. എന്നാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് പോസ്റ്റിൽ ചില പോസ്റ്റുകളും കുറിപ്പുകളും ഒക്കെ വന്നിരുന്നു. ഇതും ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നതായിരുന്നു. എന്നാൽ പൊതുമധ്യത്തേക്ക് പിന്നീട് ആയത്തുള്ള അലി ഖമനേയിയെ ആരും കണ്ടിട്ടില്ല. ഇതാണ് ഇപ്പോൾ സംശയങ്ങളുടെ ആക്കം കൂട്ടുന്നത്. അന്ന് മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് അന്ന് ഇസ്രയേൽ ഇവിടെ ഇറാനിൽ ഒരു വലിയ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രയേലിൽ നിന്നുള്ള മൊസാദ് ചാരന്മാർ ഇറാനിൽ കയറിയിരുന്നു എന്നുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നതാണ്. ഈ ആക്രമണത്തിന്റെ മറവിൽ മൊസാദ് ചാരന്മാരെ ഇസ്രയേൽ ഇറാനിൽ ഇറക്കിയിരുന്നു. ഇതിനു ശേഷമാണ് ആയത്തുള്ള അലി ഖമനേയി ഒരു വിവരവും പിന്നീട് അദ്ദേഹത്തിൻ്റെതായി പുറത്തേക്ക് വന്നിട്ടില്ല. ഇതോടെയാണ് അദ്ദേഹത്തിന് വിഷബാധ ഏറ്റു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് കോമയിലേക്ക് എത്താൻ കാരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അന്ന് ഇറാനിൽ ഇറങ്ങിയ മൊസാദ് ചാരന്മാർ പണി പറ്റിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഖമനേയിയുടെ ഈഗിൾ 44-നകത്ത് കടക്കാൻ മൊസാദ് ചാരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖമനേയിയുടെ കൊട്ടാരത്തിൽ കയറി അദ്ദേഹത്തിന് വിഷബാധ ഏൽക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇൻജക്ട് ചെയ്തോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. അല്ലെങ്കിൽ മൊസാദ് ഏർപ്പെടുത്തിയ ഇറാനിലെ തന്നെ ആരെങ്കിലും ഈ ജോലി ഏറ്റെടുത്തോ എന്നുള്ള വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് വരുന്നത്. ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു വിവരം, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ തന്നെ ചിലരാണ് ഇദ്ദേഹത്തിനെ വിഷബാധ ഏൽക്കാൻ കാരണമായത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഊഹാപോഹങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖമനേയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. സംഭവത്തിന് പിന്നിൽ മൊസാദിന്റെ രഹസ്യ ഓപ്പറേഷൻ ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇതിൽ ഫോക്കസ് ചെയ്ത് മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഖമനേയി രോഗബാധിതനാണെന്നോ വിഷം ഉള്ളിൽ ചെന്നു എന്നുള്ള അവകാശവാദങ്ങൾക്കൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോഴും ഇറാൻ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. ഒക്ടോബർ 27 ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ആയത്തുള്ള ഖമനേയി ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹത്തിന്റെ മകൻ പുതുതായി ചുമതലയേൽക്കുമെന്നും അവകാശപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ അന്ന് ഇറാനിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴും ഇറാൻ പറയുന്നത് അന്ന് തങ്ങൾക്ക് കാര്യമായ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നാണ്. പ്രാദേശിക സംഘർഷങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇസ്രയേലുമായുള്ള യുദ്ധഭീഷണി, അമേരിക്കയുമായുള്ള ശത്രുത, ആണവായുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിങ്ങനെ ഇറാനിൽ പ്രശ്നങ്ങൾ അനവധിയാണ്. ദീർഘകാലമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി തുടരുന്ന ഖമനേയിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. അതിൽ പ്രധാനം ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുമായുള്ള ശത്രുതയുമാണ്. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ ഇസ്മയിൽ ഹനിയെ, യഹിയ സിൻവർ എന്നിവരെ ഇസ്രയേൽ കൊലപ്പെടുത്തി. ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ 3 പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസറുള്ളയും കൊല്ലപ്പെട്ടു. പക്ഷേ ഇതിനും ഏറെ മുന്നേ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. 2020 ജനുവരിയിൽ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചിരുന്നു. ആ വർഷം നവംബറിൽ ആണവ ശാസ്ത്രജ്ഞനായ മുഹസിൻ ഫക്രിസാദയെ ഇസ്രയേൽ കൊലപ്പെടുത്തി. ഇത് രണ്ടും ഇറാന് വലിയ തിരിച്ചടിയായിരുന്നു. ഖമനേയിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആകട്ടെ 2024 മെയ് മാസത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പലരും ഇത് ഒരു അട്ടിമറിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഭരണകൂടത്തിന്റെ വർഷങ്ങളുടെ കെടുകാര്യസ്ഥതയും അടിച്ചമർത്തലും വ്യാപകമായ സർക്കാർ വിരുദ്ധതയ്ക്കും ആക്കം കൂട്ടിയിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ചാണ് ഇറാൻ അടിച്ചമർത്തിയത്. 85 വയസ്സുകാരനായ അലി ഖമനേയിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടൻ വാർത്തകൾ.
അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായതും ദീർഘകാലം പൊതുമധ്യത്തിൽ നിന്ന് അകന്നു നിന്നതും അലി ഖമനേയിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി. ഖമനേയിയുടെ മാനസപുത്രനായി കണക്കാക്കിയിരുന്നയാളാണ് റൈസി. ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ ഭരണ സംവിധാനത്തിൽ അനിശ്ചിതത്വം നേരിട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതിനൊപ്പം അലി ഖമനേയിക്ക് മറ്റൊരു പിൻഗാമിയെയും കണ്ടെത്തേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ മകനാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ആ ചടങ്ങ് കഴിഞ്ഞു. അതായത് അടുത്ത ആയത്തുള്ളയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് രഹസ്യമായി ഇറാൻ നടത്തി എന്നുള്ളതാണ് വിവരങ്ങൾ. ആയത്തുള്ള അലി ഖമനേയി, അതായത് ഈ ആയത്തുള്ള പരമോന്നത നേതാവ് എന്നുള്ള പദവി അത്ര നിസ്സാരമല്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രത്തലവനാണ് പരമോന്നത നേതാവ്. അതായത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാര സ്ഥാനവുമാണിത്. പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്. ആഭ്യന്തര വിദേശ നയങ്ങളിൽ അന്തിമ വാക്കും അദ്ദേഹത്തിൻ്റെതാണ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവ് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു. സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം, ഔദ്യോഗിക വാർത്താമാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനും പരമോന്നത നേതാവിന് അധികാരമുണ്ട്. രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൗൺസിൽ ഉൾപ്പെടെ പ്രധാന സർക്കാർ സംവിധാനങ്ങളും പരമോന്നത നേതാവിന് കീഴിൽ തന്നെയാണ്. കൗൺസിൽ ഓഫ് ഗാർഡിയൻസിലെ 12 അംഗങ്ങളിൽ 6 പേരെയും പരമോന്നത നേതാവാണ് തെരഞ്ഞെടുക്കുന്നത്. പാർലമെന്റ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഏത് സ്ഥാനാർത്ഥികളെ പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിപ്പിക്കാൻ യോഗ്യരാണെന്ന് നിർണയിക്കുകയും ചെയ്യുന്നതും പരമോന്നത നേതാവ് തന്നെയാണ്. സർക്കാരിന്റെ വിവിധ മേഖലകളുടെ ഭാഗമായ ഏകദേശം 2000 പ്രതിനിധികൾ വഴിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതായത് ഇറാൻ എന്ന് പറഞ്ഞാൽ അത് പരമോന്നത നേതാവാണ്. ആ പരമോന്നത നേതാവിന് മൊസാദ് ചെക്ക് വെച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.